കൂടുതൽ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നിസ്സാരമല്ല ഈ ആക്രമണം, ഏകപക്ഷീയമായിരുന്നു ആക്രമണമെങ്കിലും അതൊരു യുദ്ധത്തിലേക്ക് പോകുന്നതിന്റെ സൂചന കാണുന്നു. ഇറാന്റെ പ്രതികരണമാണ് ഇനി അതിനിർണായകമായി ഇരിക്കുന്നത്. മുൻകരുതൽ ആക്രമണം എന്ന് പറയുമ്പോഴും ഇത് വെറുമൊരു മുൻകരുതൽ ആക്രമണമല്ല, അതിനും അപ്പുറത്ത് ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള, അത് ചിലപ്പോൾ ആഴ്ചകൾ നീണ്ടു നിന്നേക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളാണ് ആക്രമിച്ചിരിക്കുന്നത്. നിർമ്മൽ എബ്രഹാം ചേരുകയാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, എങ്ങനെ കാണുന്നു ഇറാനിലേക്കുള്ള ഇസ്രായേലിന്റെ ഈ മിസൈൽ ആക്രമണത്തെ താങ്കൾ? കുറച്ചൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് തന്നെയാണ്. കാരണം ആദ്യം മുതൽ തന്നെ നമ്മൾ മുൻ ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ചത് ഇറാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഡിമാൻഡാണ്. അതിൽ ഈ കഴിഞ്ഞ 2-3 ചർച്ചകളിൽ പ്രോഗ്രസ് ഉണ്ടായി എന്ന് പറയുമ്പോഴും ഇറാന്റെ വക്താക്കൾ തന്നെ പറയുന്നുണ്ട്, ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹം. ബലിസ്റ്റിക് മിസൈലിന്റെ ടീം അവസാനിപ്പിക്കാനോ പ്രോക്സീസിന് കൊടുക്കുന്ന സഹായമോ സപ്പോർട്ടോ അവസാനിപ്പിക്കാനോ ഞങ്ങൾ തയ്യാറല്ല, അതിനെക്കുറിച്ച് സംസാരം വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രഷറൈസ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ഫിയർ മോങ്കറിങ് അമേരിക്ക അങ്ങോട്ട് ഏബ്രഹാം ലിങ്കൺ വിടുന്നു, റൂസ്വെൽറ്റ് വിടുന്നു, അങ്ങനെയുള്ള വിമാനവാഹിനി കപ്പലുകളൊക്കെ വിട്ടു നോക്കിയിട്ടൊന്നും അനക്കമില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ഒരു ട്രിഗർ പോലെ ഇസ്രായേലും അമേരിക്കയും കൂടെ സംയുക്തമായിട്ട് ചെയ്ത ഒരു അറ്റാക്ക് ആയിട്ട് വേണമെങ്കിൽ കാണാം. അതുകൊണ്ട് 2 ദേശങ്ങളാണ് ഞങ്ങൾക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രസീവായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന് കാണിക്കുന്നു. പക്ഷെ ഇറാൻ അത്ര വേഗം, നമ്മൾ വെനിസ്വേലയിലൊക്കെ കണ്ട പോലെ അത്ര വേഗം കീഴടങ്ങുകയോ അതേപോലെ അത്ര എളുപ്പം അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനോ അമേരിക്കയ്ക്ക് ഇസ്രായേലിനോ സാധിക്കില്ല. ഇവിടെ ഒരുപക്ഷെ ഇസ്രായേൽ പ്രിഎംപ്റ്റീവ് വാർണിംഗ് ആയിട്ട് കണ്ട് അടുത്ത നെഗോഷിയേഷനിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്ത് നെഗോഷിയേഷനിൽ ഒരു പവർ നേടാനായിരിക്കാം ഒരുപക്ഷെ ശ്രമിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ താങ്കൾ ഇൻട്രൊഡക്ഷൻ സൂചിപ്പിച്ച പോലെ ഇത് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷെ ഒരു വാർത്ത കേൾക്കുന്നു എല്ലാ രീതിയിൽ ആക്രമണം നടന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു. ശരിയാണോ അല്ലയോണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ കുറച്ച് നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അമേരിക്ക ആഗ്രഹിക്കുന്നത് ഈ ഒരു അഗ്രഷൻ കാണിച്ചുകൊണ്ട്, ഞങ്ങൾ വെറുതെ കാണിച്ചു പേടിപ്പിക്കുകയല്ല ചെയ്യാനും ഞങ്ങൾക്ക് അറിയാമെന്ന് കാണിച്ചുകൊണ്ട് അടുത്ത നെഗോഷിയേഷനിൽ ഒരു പവർ കൈവെക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഉദ്ദേശം. അതേസമയത്ത് തന്നെ അമേരിക്കയ്ക്ക് തങ്ങളുടെ മധ്യപൂർവേഷ്യയിലെ താവളങ്ങൾ സംരക്ഷിക്കേണ്ടി വരികയും ചെയ്യുമല്ലോ. ഇറാൻ അങ്ങോട്ട് ആക്രമണം നടത്തുവാനും മടിക്കുകയില്ല. അപ്പോൾ ഇത് ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെ, ഇതൊരു മുൻകരുതൽ, നേരത്തെ ഇസ്രായേൽ പറഞ്ഞതുപോലെ പ്രിഎംപ്റ്റീവ് അറ്റാക്ക് എന്നുള്ളതാണല്ലോ, ഒരു മുൻകരുതൽ ആക്രമണം എന്നുള്ളതാണ്. അതിൽ തന്നെ നിൽക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ടോ താങ്കൾ? ഇല്ല, ഇതില് നമ്മൾ മുമ്പത്തെ അറ്റാക്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഖാസിം സുലൈമാനെ 2020 അമേരിക്ക വകവരുത്തിയപ്പോ അന്ന് ഇറാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഖിലെ എയർബേസ് അറ്റാക്ക് ചെയ്തത്. കഴിഞ്ഞ തവണ ന്യൂക്ലിയർ പ്ലാന്റ്സുകൾ അല്ലെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അമേരിക്ക അറ്റാക്ക്. നിർമ്മൽ എബ്രഹാമാണ് പ്രതികരിച്ചത്. ട്രംപിന്റെ ആദ്യ പ്രതികരണം വന്നിരിക്കുകയാണ്. മൈ ഗോൾ ഈസ് ടു പ്രൊട്ടക്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.